നമുക്ക് 2018 ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. ഇതില് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് എയിൽ 3 ക്വസ്റ്റ്യനും പാർട്ട് ബിയില് 5 ക്വസ്റ്റ്യനും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ പ്രൊജക്ഷൻ ഓഫ് ലൈൻ ആണ്. ഈ ലൈനിന്റെ സിമിലർ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 25 ആയിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡയമെൻഷൻസ് കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് വരാം. ഇവിടെ നമുക്ക് എ ഇൻ എച്ച് പി ബി ഇൻ വി പി തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ അതായത് നമ്മൾ രണ്ട് പ്ലെയിനുകളിൽ മീറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്ടേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അത് തന്നിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. സോ എ ഇൻ എച്ച് പി മീൻസ് എ ഡാഷ് എക്സ് വൈ ലൈനിലാണ്. ബി ഇൻ വി പി മീൻസ് ബി എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിലായിരിക്കും. പക്ഷെ എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, എനിക്ക് തന്നിരിക്കുന്ന മറ്റ് കണ്ടീഷൻ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ തൽക്കാലം ടോപ്പ് വ്യൂവിനെയും ട്രൂ ലെന്തിനെയും കമ്പൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രൂ ലെന്ത് എനിക്ക് കാണണമെങ്കിൽ, ഫ്രണ്ട് വ്യൂവിൽ കാണണമെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് വൈ ലൈൻ ആണ്. ആക്ച്വലി പാരലൽ ടു എക്സ് വൈ ലൈൻ ഒന്നും അല്ല, ഞാൻ ഇവിടെ അസ്യൂം ചെയ്യാണ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആണെന്ന്. എന്നാലും നമുക്ക് ട്രൂ ലെന്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ 50 എടുത്ത് വരച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ഞാൻ ട്രൂ ലെങ്ത് എടുത്ത് ഇതിൽ കട്ട് ചെയ്യണം കേട്ടോ. ട്രൂ ലെങ്ത് എടുത്ത് ഇതിൽ കട്ട് ചെയ്തു. അപ്പോൾ 65 കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ ലോക്കസ് കിട്ടി. ഈ ലോക്കസിൽ എന്ത് നമ്മൾ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ്? 60. അതെടുത്ത് ഞാൻ ഇവിടെ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇതിന് ഞാൻ B1 ഡാഷ് എന്ന് കൊടുത്തു. ഇത് ആണ് നിങ്ങളുടെ ഫൈനൽ ബി ഡാഷ്. ബി ഡാഷിന്റെ നേരെ താഴെയാണ് ആര് വരിക? ബി വരിക. കാരണം ബി ഇൻ ബി പി ആണ്. അപ്പൊ അത് എക്സ് വൈ ലൈനിലായിരിക്കും. ഇനി നമുക്ക് ഈ പാരലിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എനിക്ക് അറിയാം എത്രയാണ്? 50. അതെടുത്ത് ഇവിടെ കട്ട് ചെയ്യുക. ദിസ് വിൽ ബി യുവർ ടോപ്പ്. കണ്ടോ? ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? തീറ്റ ആൻഡ് ഫൈ. സോ ഇവിടെ ട്രൂ ലെങ്ത് ഉണ്ട്. ദിസ് വിൽ ബി യുവർ തീറ്റ. ഇനി ട്രൂ ലെങ്ത് എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് ഇവിടെ കട്ട് ചെയ്യുക. 65 എടുത്ത് കട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ കിട്ടും. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ് ലൈൻസിന്റെ. ഇവിടെ ഒരു റൂം ഉണ്ട്. റൂമിന്റെ സൈസ് തന്നിട്ടുണ്ട്. അവിടെ റൂമിൽ ഒരു ബൾബ് കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ ബൾബിന്റെ സ്വിച്ചിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 41 ആയിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്വിച്ചിന് പകരം ആ ബൾബിലുള്ള ഒരു ബ്ലാക്ക് സ്പോട്ടിന്റെ ഷാഡോ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഡയമെൻഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, 41 മുതൽ ഇനി വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ റിപ്പീറ്റ് ചെയ്ത് പലതവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു റൂമുണ്ട്. റൂമിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതിന്റെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ സെന്ററില്, റൂമിന്റെ ടോപ്പില്, അതായത് റൂഫിലെ സെന്ററില് 1 മീറ്റർ താഴ്ത്തി നമ്മളൊരു ബൾബ് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ബൾബിന്റെ ഷാഡോ ഒരു കോർണറിൽ 1 മീറ്റർ ഫ്ലോറിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കപ്പോൾ ആ ഷാഡോയിൽ നിന്ന് ബൾബിലേക്കുള്ള നീളം അതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു പുതിയൊരു കാര്യം പഠിക്കുകയാണ്. ഒന്ന്, 8 മീറ്റർ ആണ് നീളം. ഈ 8 മീറ്റർ നീളം എങ്ങനെ നമുക്ക് ഒരു ബുക്കിൽ മാർക്ക് ചെയ്യാം? മനസ്സിലായോ? കാരണം നമ്മുടെ കയ്യിലുള്ള ബുക്ക് എന്ന് പറയുന്നത് ഒരു 30ഓ 35ഓ അല്ലെങ്കിൽ ഒരു ആ റേഞ്ചിലുള്ള സെന്റിമീറ്റർ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിനെ സ്കെയിൽ ഡൗൺ ചെയ്യും. മനസ്സിലായോ? സ്കെയിൽ ഡൗൺ ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ ഡ്രോയിങ്ങില് ഉദാഹരണത്തിന് 8 മീറ്റർ നീളം എത്രയായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു? അതായത് നമ്മളിപ്പോ ഒരു നോട്ട്ബുക്ക് എടുക്കുവാണെങ്കിൽ ആ നോട്ട്ബുക്കിൽ ഏകദേശം ഒരു 22 സെന്റിമീറ്ററും ഒരു 30 സെന്റിമീറ്റർ ആ റേഞ്ചൊക്കെ ആയിരിക്കും അതിന്റെ സൈസ്. അപ്പൊ ഈ ബുക്കിലാണ് നമ്മൾ ഈ പ്രൊജക്ഷൻ ഒക്കെ വരയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റൂമിന്റെ ഈ ലെങ്ത് 8 മീറ്റർ ആണെങ്കിൽ ഈ 8 മീറ്ററിന് നിങ്ങൾ ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിട്ട് നിങ്ങൾ ബുക്കിൽ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതാദ്യം നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ 80 മില്ലിമീറ്റർ ആണ് 8
8 മീറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 80 മില്ലിമീറ്റർ, ഈ രണ്ട് കുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വായിക്കണം? റെപ്രസെന്റിങ് 8 മീറ്റർ. അപ്പോൾ 80 മില്ലിമീറ്റർ റെപ്രസെന്റിങ് 8 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 80 മില്ലിമീറ്റർ ഈ റൈറ്റ് സൈഡിലും കൂടി നമ്മൾ മില്ലിമീറ്ററിലാക്കി 8000 മില്ലിമീറ്റർ. ഇതിൽ 0 കട്ടായി പോയി, 8 കട്ടായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? 1:100 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയില് 1:100. ദാറ്റ് ഈസ് 1 in the drawing representing 100 in actual. ആക്ച്വൽ ആയിട്ടുള്ള 100 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ 1 എന്ന് റെപ്രസെന്റ് ഡ്രോയിങ്ങിൽ ചെയ്യുകയാണ്. സോ ഇതാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന സ്കെയിൽ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ 8 മീറ്റർ നീളമുണ്ട്, 5 മീറ്റർ വീതിയുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കൂടി നോക്കുവാണെങ്കിൽ, ഈ റൂമിനെ നമ്മൾ മുകളിൽ കൂടി നോക്കുവാണെങ്കിൽ ടോപ്പ് വ്യൂ എവിടെ വരും? ഈ XY ലൈനിന്റെ താഴെ വരും. അപ്പോൾ ഞാൻ 8 മീറ്ററിനെ 80 എന്നും 5 മീറ്ററിനെ 50 എന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്ന് വെച്ചാൽ സ്കെയിൽ 1:100. അപ്പൊ ഈ 1:100 8 മീറ്റർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 80 മില്ലിമീറ്റർ റെപ്രസെന്റ് ചെയ്യും. 5 മീറ്റർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 50 മില്ലിമീറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 50 മില്ലിമീറ്റർ താഴോട്ട് എടുത്തു. സോ ദിസ് ഈസ് 50. 80 മില്ലിമീറ്റർ ഇങ്ങോട്ട് എടുത്തു, ഇങ്ങനെ എടുത്തു. സോ ഇത് നമ്മൾ 50 ആണെങ്കിൽ നമ്മൾ ആക്ച്വലി ഇതെന്താണ്? ദിസ് ഈസ് 5 മീറ്റർ, ദിസ് ഈസ് 8 മീറ്റർ. അപ്പൊ ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ റൂമിനെ മുകളിൽ കൂടി നോക്കിയാൽ, നമ്മൾ ആ റൂമിനെ മുകളിൽ കൂടി നമ്മൾ നോക്കിയാൽ കിട്ടുന്ന ടോപ്പ് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 4 മീറ്റർ. അപ്പൊ ഞാനിവിടെ നിന്ന് 4 മീറ്റർ എന്ന് പറയുമ്പോഴേക്കും 40 മില്ലിമീറ്റർ. 40 മില്ലിമീറ്റർ ഞാൻ മുകളിലോട്ട് പോയി, 80 പിന്നെ ഇങ്ങോട്ട്. This is 4 meter. Again this is 8 meter. This is the front view of the room and this will be the top view of the room. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? നമുക്ക് ഈ റൂം എടുക്കുക. ഈ റൂമിന്റെ സെന്റർ എവിടെയായിട്ട് വരും? ഈ റൂമിന്റെ സെന്റർ എന്ന് പറയുന്നത് 4 മീറ്റർ ഇങ്ങോട്ട് മാറും, 2.5 മീറ്റർ ഇങ്ങോട്ട് മാറും. അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഇങ്ങനെ ഡയഗണലും ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ സെന്റർ. അപ്പൊ ഈ സെന്ററിൽ നിന്ന് നമ്മൾ നേരെ മുകളിലോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും 1 മീറ്റർ എന്ന് പറയുമ്പോഴേക്കും എത്രയാണ്? 10 മില്ലിമീറ്റർ. ഇവിടുന്ന് 10 മില്ലിമീറ്റർ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബൾബ് കിടക്കുന്നത്. ഞാൻ ബൾബിനെ B എന്ന് റെപ്രസെന്റ് ചെയ്തു. 1 മീറ്റർ മാറിയിട്ട്. അപ്പൊ ഈ സെന്റർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഡയമെൻഷൻ കൊടുക്കുക. എത്രയാണിത്? ഇത് 4 മീറ്റർ. ഈ ഡയമെൻഷൻ എത്രയായിട്ട് മാറും? 2.5 മില്ലിമീറ്റർ. അപ്പൊ ഇനി എന്താണ് ചോദ്യം? ഇവിടെ നമുക്ക് ഈ ബൾബിന്റെ ഷാഡോ എവിടെ കിട്ടുകയാണ്? ഇവിടെ ഒരു ബൾബിൽ ഒരു പർട്ടിക്കുലർ സ്പോട്ട് ഉണ്ട്. ആ ബ്ലാക്ക് സ്പോട്ടിന്റെ ഒരു ഷാഡോ ഈ ഫ്ലോറിൽ നിന്ന് 1 മീറ്റർ പൊക്കിയിട്ടുള്ള ഒരു കോർണറിലാണ് വന്ന് വീഴണം. അതിന്റെ ഒരു സൈഡിലാണ് ഒന്ന് വീഴുന്നത്. അപ്പൊ ഇതാണ് ഈ പോയിന്റ് ഞാൻ A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്തിന്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഈ കോർണറിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട ലെങ്തിന്റെ, ഇത് ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ. ഞാൻ ഇതിനെ തൽക്കാലം A' B' എന്നും AB എന്നും റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, നമുക്ക് കിട്ടേണ്ട ലൈനിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. വൺസ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഡിസ്റ്റൻസിനെ സർക്കിൾ എന്നും ഇതിനെ ഞാൻ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്ത് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളും പെർപെൻഡിക്കുലർ ആയിട്ട് സ്ക്വയറും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കിട്ടേണ്ട ട്രൂ ലെങ്ത് ആയിരിക്കും.
ഓക്കെ, ഇത് വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ശരി, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ പ്രോബ്ലം ആണ്. ഒരു ഹെക്സഗണൽ പിരമിഡ് ഉണ്ട് ഇവിടെ. അപ്പോ ഇതിനകത്ത് ബേസ് എഡ്ജ് 30 എന്ന് ഹൈറ്റ് 60 ആണെന്ന് പറയുന്നുണ്ട്, വിച്ച് ഇസ് റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് ഓൺ HP. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 58 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് 4 ഫിഗർ കൊണ്ട് നിർത്താൻ പറ്റും. എന്നാൽ ആ ക്വസ്റ്റ്യനില് 58ല് ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഇസ് ഓൾസോ ഇൻക്ലൈൻ ടു 50 ഡിഗ്രി ടു VP കൂടി ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി 4ാമത്തെ ഫിഗർ വരെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 58ലേക്ക് വരാം. ഇവിടെ ഒരു ഹെക്സഗണൽ പിരമിഡ് ആണ്. അതിന്റെ ബേസ് എഡ്ജ് 30, ഹൈറ്റ് 60, ഈസ് ലൈങ് ഓൺ ട്രയാങ്കുലർ ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്റെ കയ്യിൽ ഇപ്പോ ട്രയാങ്കുലർ ഹെക്സഗണൽ പിരമിഡ് ഇല്ല, ഞാനൊരു സ്ക്വയർ പിരമിഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ ഇത് ലൈങ് ഓൺ ട്രയാങ്കുലർ ഫേസ് ഉണ്ട്, ഇങ്ങനെ ലേ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ലേ ചെയ്യണമെങ്കിൽ ഒരു ബേസ് എഡ്ജ് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ടു XY ലൈൻ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇത് ലേ ചെയ്യണമെങ്കിൽ ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു XY ലൈൻ ആകണം. എന്നാലേ നമുക്ക് ഈ ODC എന്ന് പറയുന്ന ഈ ഫേസ് കണ്ടോ, ODC എന്ന് പറയുന്നത് ആക്ച്വലി ഫേസ് ആണ്. അതൊരു ലൈനായിട്ട് കാണിച്ചിരിക്കുന്നെങ്കിലും ഇത് വരയ്ക്കണം. ഓക്കെ, ഇതൊരു ഫേസ് ആണ്. ആ ഫേസ് എവിടെ ലേ ചെയ്യണം? XY ലൈൻ, ഈ പറഞ്ഞ HP-യിൽ ലേ ചെയ്യണം. കണ്ടോ, ഈ പറഞ്ഞ ഈ ഫേസ്, ഈ സൈഡിലുള്ള ഈ ഫേസ് എന്ന് പറയുന്നതാണ് OCD എന്ന് പറയുന്ന ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ലേ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഏതെങ്കിലും ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആകുന്ന വിധത്തിൽ എന്ത് ചെയ്യുക? ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇതൊക്കെ ഞാൻ ആ ലെക്ചറിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കുലർ ഫേസിൽ ലേ ചെയ്യുന്ന വിധത്തിൽ ഇതിന് ഇവിടെ കിടത്തണം. കണ്ടോ, നൗ ഇറ്റ് ഈസ് ലേയിങ് ഓൺ ട്രയാങ്കുലർ ഫേസ്. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൺവീനിയന്റ് ആയിട്ട് ഒരു പോയിന്റിൽ D അല്ലെങ്കിൽ C മാർക്ക് ചെയ്യുക. സോ ഇവിടെ ഞാൻ D ഡാഷ് അല്ലെങ്കിൽ C ഡാഷ് മാർക്ക് ചെയ്തു കൺവീനിയന്റ് ഒരു പോയിന്റിൽ. എന്നിട്ട് OD ഡിസ്റ്റൻസ് എടുത്ത് അല്ലെങ്കിൽ OC ഡിസ്റ്റൻസ് എടുത്ത് ഡിയിൽ നിന്ന് മാർക്ക് ചെയ്താൽ എനിക്ക് അവിടെ ആരെ കിട്ടും? C ഡാഷ് കിട്ടും. കണ്ടോ, C ഡാഷ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അത് തിക്ക് ലൈനായിട്ട് വരയ്ക്കാം. ഓക്കെ, ദെൻ എനിക്ക് ഏത് പോയിന്റ് വേണം? F അല്ലെങ്കിൽ A വേണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? DC ഡിസ്റ്റൻസ്, AC ഡിസ്റ്റൻസും OA ഡിസ്റ്റൻസും എടുത്ത് സിയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ആരെ കിട്ടും? സിയിൽ നിന്നും ഇത് O ഡാഷ് ആണ്. അപ്പൊ O ഡാഷിൽ നിന്നും C ഡാഷിൽ നിന്നും വരച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഏത് പോയിന്റ് കിട്ടും? A ഡാഷ് അല്ലെങ്കിൽ F ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അപ്പോൾ അത് സോളിഡ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന ബിയും ഇയും ഇതിന്റെ സെന്ററിലായിരിക്കും. ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇട്ടു. അപ്പൊ ഇതാണ് ഇത് B അല്ലെങ്കിൽ E ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ഫിഗർ ആയി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, when this pyramid is lying on triangular face, you can see the base. ഈ ബേസിന്റെ ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ടോപ്പ് വ്യൂല് കാണാൻ പറ്റും. അത് നമുക്ക് ഇവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യമുണ്ട്. ഈ ഫേസ് നമുക്ക് കാണാം. കണ്ടോ, ഈ ഫേസ് നമുക്ക് കാണാം. അപ്പൊ അത് കാണുന്ന വിധത്തിൽ വേണം വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻ താഴെ ഡ്രോപ്പ് ചെയ്യുക, ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ നോക്കാം നമുക്ക് ഇത് ഏതാണ്? സിയും ഡിയും. അപ്പൊ C എന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്തു, D എന്നുള്ള എടുത്തു. കണ്ടോ, അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് C, ഈ പോയിന്റ് D. ഇനി ഇവിടെ നിന്ന് ലൈൻ താഴോട്ട് വരയ്ക്കണം. അതിലാണ് ആര് വരുന്നത്? E. അപ്പൊ ഈ താഴോട്ടുള്ള സിന്റെ താഴോട്ടുള്ളതൊക്കെ മാച്ച് കളയുക, B. അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും BE. പിന്നെ അതുപോലെ F എന്നുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ട് കിട്ടും FA. So this is your A and this is your F. സെന്ററിലൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ O.
അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് മനസ്സിലായി ബേസ് ഈസ് വിസിബിൾ. ഇവിടെ കൂടി നോക്കിയതല്ല, ഇവിടെ കൂടി നോക്കുമ്പോ ദ ബേസ് ഈസ് വിസിബിൾ ഓൺ യുവർ ടോപ്പ് വ്യൂ. ബേസ് കാണാം. ആ കാണാവുന്ന ബേസിനെ തിക്കായിട്ട് വരയ്ക്കുക. എന്താണ്? ABCDEF. ഞാൻ കൈകൊണ്ട് വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി? അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൊസീജർ എന്താണ്? ഐഡന്റിഫൈ വൺ ഓഫ് ദി വിസിബിൾ ഫേസ്, ദെൻ കംപ്ലീറ്റ് ദ ഔട്ടർ. കംപ്ലീറ്റ് ദ ഔട്ടർ. ഇനി സോളിഡ് കോർണേഴ്സ് ജോയിൻ ചെയ്തേ. OM F AM OM ജോയിൻ ചെയ്തു. ദെൻ ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈൻസ് ഏതൊക്കെയാണ്? നമുക്ക് നോക്കുകയാണെങ്കിൽ OD ജോയിൻ ചെയ്തിട്ടില്ല. ODI ഇൻവിസിബിൾ ആയിട്ട് വരച്ചു. OCAയും ഇൻവിസിബിൾ ആയിട്ട്. ഓക്കെ, ദിസ് ഈസ് ദ കംപ്ലീറ്റഡ് ഫിഗർ. ഇനി പറയുന്നത് ഈ റെസ്റ്റിംഗ് ബേസ് എഡ്ജ്. ഇതൊക്കെ റെസ്റ്റിംഗ് ഫേസ് ഏതാണ്? OCD എന്ന് പറയുന്ന ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ OCD എനിക്ക് താഴെയുള്ള ഈ രണ്ട് ഹിഡൻ എഡ്ജ് ഉള്ള ഈ ഫേസിലാണ് റെസ്റ്റ് ചെയ്യണത്. ആ ഫേസിലുള്ള ബേസ് എഡ്ജ് ആരാണ്? CD. ഓക്കെ, ദ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ദ ബേസ് എഡ്ജ് കണ്ടെയ്നിങ് ദ റെസ്റ്റിംഗ് ഫേസ്. ഇപ്പൊ എത്ര ഡിഗ്രി മേക്ക് ചെയ്യണത്? 90 ഡിഗ്രി ആണ്. So the base edge containing the resting face is now 90 degree, is inclined 50 degree to VP. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി ട്രൂ ലെങ്ത് ആണ്. CD എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്, നമുക്കിപ്പോ അറിയാം. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ CDയെ 50 ഡിഗ്രിയിലാക്കിയാൽ മതി. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു 50 ഡിഗ്രി ലൈന് വരയ്ക്കുക. കൺവീനിയന്റ് ആയിട്ടൊരു 50 ഡിഗ്രി ലൈൻ വരയ്ക്കുക. XY ലൈനിൽ നിന്നൊരു 50 ഡിഗ്രി ലൈൻ വരയ്ക്കുക. എന്നിട്ട് D എന്ന് പറയുന്ന പോയിന്റ് ആ ലൈനിൽ മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് യുവർ D. ദെൻ DC ഡിസ്റ്റൻസ് എടുക്കുക, അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ C കിട്ടി. അപ്പൊ നമുക്ക് റെസ്റ്റിംഗ് ബേസ് എഡ്ജിനെ ഇപ്പൊ എത്ര ഡിഗ്രിയിലോട്ട് നിങ്ങൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ്. കണ്ടോ? നൗ ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് 50 ഡിഗ്രി ടു VP. ഇനി ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. O എന്നുള്ള പോയിന്റ് വളരെ വേഗത്തിൽ എടുക്കാം. അതായത് ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. CDയുടെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ മാർക്ക് ചെയ്യുക. അതില് ഈ ഡിസ്റ്റൻസ് Oയിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടി? O കിട്ടി. ഓക്കെ, ഡിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ആയിരിക്കും ആര് വരിക? ഡിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാല് സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാല് ഡിയിൽ നിന്ന് സിയിൽ നിന്ന് ഓരോ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതില് DF ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരെ കിട്ടും? F കിട്ടും. CA ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? അവിടെ A കിട്ടും. ഓക്കെ, ദെൻ സിയും എയും നമുക്ക് അറിയാമെങ്കിൽ അത് രണ്ടും കൂടി കോമ്പസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് CB ഡിസ്റ്റൻസും AB ഡിസ്റ്റൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആര്? B കിട്ടും. DE ഡിസ്റ്റൻസും FE ഡിസ്റ്റൻസും ഇത് നമുക്ക് ഡിവൈഡറിൽ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. Okay, so this is A, B, C, D, E, F. Then ബാക്കിയുള്ള ഫിഗർ ലൈനുകളെല്ലാം നമുക്ക് വരയ്ക്കാം. സോ AO വരയ്ക്കുക, BO വരയ്ക്കുക, FO വരയ്ക്കുക, CO. ദെൻ ഈ ഹിഡൻ ലൈൻ ഉണ്ട്, ആ ഹിഡൻ ലൈനും വരയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ഫിഗർ കിട്ടി. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. ഓക്കെ, നോക്കാം. നമുക്ക് സോ ഇവിടെ നമുക്ക് ആരെ കിട്ടും? A കിട്ടും. ഇതേ ലൈനിൽ തന്നെയാണ് F വരുന്നത്. അത് കുറച്ചും കൂടി മുമ്പിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? F കിട്ടും. ശരി, ഇനി അടുത്ത് ഇതിന്റെ നേരെ മുകളിലോട്ട് വരച്ച് നമുക്ക് E കിട്ടും. സോ ദിസ് ഈസ് E. ദെൻ ഇന്റെ അതേ ലൈനിലാണ് ആര് വരിക? B. നേരെ മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് B കിട്ടും. ദെൻ D എവിടെയാണ്? ബേസിലാണ്. സോ D ഇവിടെയാണ്, C ഇവിടെയാണ്. ഓക്കെ, DC. When I am tilting the body, ഇങ്ങനെ ടിൽറ്റ് ചെയ്യണം. നമുക്ക് മുകളിൽ കൂടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത്? അപ്പെക്സ് അവേ ഫ്രം VP ആണ്. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല?
എന്ത് കാണാൻ പറ്റില്ല? നമുക്ക് ബേസ് എന്തായാലും കാണാൻ പറ്റില്ല. ഏതാണ് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് കാണാൻ പറ്റും? എ ഒ ബി ഒക്കെ വിസിബിൾ ആണ്. അപ്പൊ എ ഒ ബി തിക്കായിട്ട് വരയ്ക്കാൻ നമുക്ക് ഒ ബി, എ ഒ ബി തിക്കായിട്ട് വരച്ചു അല്ലേ? ദെൻ കംപ്ലീറ്റ് ദ ഔട്ടർ. ഓക്കെ, ദെൻ ഇനി എന്താണ് ഔട്ടർ കിടക്കുന്നത്? എഫ്. ഇത് ഔട്ടർ ആണ്, എഫ്. സോ ദിസ് ഈസ് ദ വിസിബിൾ എഡ്ജസ്. ഇനി ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും. അപ്പൊ ഡിയിൽ നിന്ന് ഒരു ലൈൻ വാളിലോട്ട് ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കുക. ഈ എഫ്, എഫ് ലൈൻ വരയ്ക്കുക. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റഡ് ഫിഗർ. ഓക്കെ, നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഒരു സെക്ഷൻ ഓഫ് സോൾഡ് ആണ്. കോണിനെ ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോ ഇതിന് തന്നിരിക്കുന്ന ഡയമെൻഷൻസ് ഇതാണ്. ഇതിന്റെ ജനറേറ്ററിന് പാരലൽ ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പക്ഷെ ആ കട്ടിംഗ് പ്ലെയിന് ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ 206 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട് വിത്ത് അതർ ഡയമെൻഷൻ. അതോടൊപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുക. 117 മുതൽ 125 വരെയുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് സെക്ഷൻസ് ഓഫ് സോളിഡ്സിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 206. സോ വി ഹാവ് എ കോൺ ഓഫ് ഡയമീറ്റർ 50 ആൻഡ് ഹൈറ്റ് 60 is cut by a section plane which is parallel to the generator. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇത് ഡയ എന്ന് പറയുന്നത് 50 ആണ്. This is dia 50 and height 60 is resting on HP. It is cut by the section plane is parallel to the generator and bisecting the axis. അതായത് ആക്സിസിന്റെ സെന്റർ ഉണ്ട്. സോ ഇത് നമുക്ക് 30 ആണ്. ആ 30 കൂടി പാസ് ചെയ്ത് പോകുന്ന ഇതിന് പാരലൽ ആയിട്ടുള്ള, അതായത് ഈ ഇതിന് ജനറേറ്ററിന് പാരലൽ ആയിട്ടുള്ള കട്ടിംഗ് പ്ലെയിൻ ആണ് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് അവർ കട്ടിംഗ് പ്ലെയിൻ. സോ ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. നമ്മൾ രണ്ട് സൈഡും തിക്കൻഡ് ആയിട്ട് കാണിച്ചിട്ട് കാണിക്കുക. So this is the vertical trace. അപ്പൊ ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ 122 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇത് ബൈസെക്ട് ചെയ്യുന്നതെന്നല്ല പറയുന്നത്, ഈ ഇതിന് പാരലൽ ആയിട്ട് 10 mm മാറിയിട്ട് പോകുന്ന കട്ടിംഗ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. അതൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ്. സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പരാബോള ആയിരിക്കും. കാരണം ഇതിന് പാരലായിട്ട്, ജനറേറ്ററിന് പാരലായിട്ട് കട്ട് ചെയ്യുന്ന സെക്ഷൻ എപ്പോഴും, കോണിക് സെക്ഷൻ എപ്പോഴും പരാബോള ആയിരിക്കും. നമുക്ക് അതിന്റെ ഡ്രോയിങ് വരയ്ക്കാം. പിന്നെ ഇതിനിടയ്ക്ക് 2-3 പോയിന്റ്സ് നമുക്ക് കൊടുക്കാം. 2, 3, 4, 5. അപ്പൊ ഇതിന്റെ സെക്ഷൻ അപ്പൊ എന്തായിരിക്കും? നമുക്ക് ഇത് മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ആയിരിക്കും നമുക്ക് കാണാവുന്ന തിക് പോർഷൻ. അത് ഞാൻ ഡാർക്ക് ലൈനിൽ കാണിക്കുകയാണ്. സോ ഇത്രയായിരിക്കും നമുക്ക് കാണാവുന്നത്. മുകളിലെ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സെക്ഷണൽ ടോപ്പ് വ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1 നേരെ താഴോട്ട് എടുക്കുക. 2 സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യും. ഇത് 1 എന്നും ഞാൻ ഇതിനെ 1 എന്നും പേര് കൊടുത്തു. ഞാൻ ആദ്യം ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ എക്സ്ട്രീം ജനറേറ്ററിൽ വരുന്ന ഈ 5 എന്ന് പറയുന്നത് ഏതാണ്? ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്ത് നമുക്ക് ഇതായിരിക്കും ഇത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ ഒരു ഇതായിരിക്കും നമ്മുടെ 5. ഈ പോയിന്റ് ആയിരിക്കും 5. ഇടയ്ക്കുള്ള പോയിന്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കുള്ള പോയിന്റ്സ് കിട്ടാൻ വേണ്ടി ഇപ്പൊ 2ന്റെ പോയിന്റ് താഴെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? 2ൽ കൂടി ഒരു ജനറേറ്റർ വരയ്ക്കുക. 2ൽ കൂടി ഒരു ജനറേറ്റർ വരച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ ഇവിടെ മാർക്ക് ചെയ്യുക. കണ്ട, ഇതിന് കറസ്പോണ്ടിങ് ലൈൻ താഴെ വരച്ചിട്ട് ആ ജനറേറ്ററിനെ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. നമ്മളിതിനെ കസ്റ്റം ഡിവിഷൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിവൈഡ് ചെയ്യുകയാണ്. നോക്കി നമ്മൾ എന്താ ചെയ്തത്? 2ൽ കൂടിയുള്ള പോയിന്റ് കിട്ടാൻ വേണ്ടി 2ൽ കൂടി ഞാൻ ഒരു ജനറേറ്റർ വരച്ചു. അതിനെ ടോപ്പ് വ്യൂവിലും മാർക്ക് ചെയ്തു. എന്നിട്ട് 2 കിട്ടാൻ വേണ്ടി നേരെ എന്ത് ചെയ്യാൻ? 2ൽ കൂടി താഴോട്ട് ലൈൻ വരയ്ക്കുക. കണ്ടോ? അപ്പൊ അത് എവിടെയൊക്കെ ടച്ച് ചെയ്തു? 2, 2, 1. ഇതിന് 2 എന്നും 2, 1 എന്നും പേര് കൊടുക്കുക. അടുത്ത് 4 കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? 4ലൂടെ ഒരു ജനറേറ്റർ വരയ്ക്കുക. 4ലൂടെ ജനറേറ്റർ വരയ്ക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള താഴെ ജനറേറ്റർ കാണിക്കുക. സോ ദിസ് വിൽ ബി, ഇതിന് ഞാൻ പേര് കൊടുക്കാം. എ ഡാഷ് എന്ന് കൊടുത്താൽ ദിസ് വിൽ ബി എ ആൻഡ് എ. ഇതിന് ഞാൻ ബി ഡാഷ് എന്ന് കൊടുത്താൽ ദിസ് പോയിന്റ് വിൽ ബി ബി ആൻഡ് ബി. അതിലൂടെ ജനറേറ്റർ വരയ്ക്കുക ടോപ്പ് വ്യൂവിലും. ആ ജനറേറ്ററിൽ വേണം നമുക്ക് 4ന്റെ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. സോ അത് മീറ്റ് ചെയ്യുന്നത് 2 സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്തു. ഒന്ന് ഇവിടെ 4ഉം താഴെ ഇവിടെ 4, 1 എന്നും പേര് കൊടുത്തു. ഇനി 3 എന്ന് പറയുന്നത് വെർട്ടിക്കലി ഈ പ്ലെയിനിൽ നിൽക്കുകയാണ്, പ്രൊഫൈൽ പ്ലെയിനിൽ നിൽക്കുകയാണ്. അത് കിട്ടാൻ എളുപ്പമാണ്. ഞാൻ ഇതിനെ സൈഡിൽ 2 ലെങ്കിലേക്ക് കൊണ്ടുപോയി താഴോട്ട് കൊണ്ടുവന്ന് പാരലൽ ടു എക്സ് ലൈൻ ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇടുക.
സോ അത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ 2 പോയിന്റ് കിട്ടും, 3ഉം 3-1ഉം കിട്ടി. അപ്പൊ ഈ പോയിന്റ്സിലൂടെ എല്ലാം ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട സെക്ഷന്റെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. സോ ദിസ് ഈസ് ദ റിക്വയർഡ് സെക്ഷൻ. അതിനെ തിക്കായിട്ട് വരയ്ക്കുകയാണ്, അതിനെ ഹാച്ച് ചെയ്യുക. സോ ദിസ് ഈസ് എ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇനി ഇതിന്റെ ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ 5 പോയിന്റ്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോപ്പ് ചെയ്യുക. 1 2 3 4 5. എന്നിട്ട് 1 എന്നുള്ള ഡിസ്റ്റൻസ് ഈ എക്സ് വൈ ലൈനിൽ നിന്ന് 1 നിന്നും 1 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 1 നിന്നും 1 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 2 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണ് എക്സ് വൈ ലൈനിൽ നിന്ന്. 2 നിന്നും 2 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇതുപോലെ 3 നിന്നും 3 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 4 നിന്നും 4 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 5 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതിൽ കൂടി എല്ലാം ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട പരാബോളയുടെ സെക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ട്രൂ ഷേപ്പ്. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇന്റർസെക്ഷൻ ഓഫ് സോളിഡ് ആണ്. നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരികയാണ്. ഇവിടെ ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഫസ്റ്റം ആണ്. അതിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ 170 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട് വിത്ത് അനദർ ഡയമെൻഷൻ. ഈ 170 ഒരു സ്പിയറും കൂടി എന്റെ മുകളിൽ ഇരിപ്പുണ്ട്. നമുക്ക് തൽക്കാലം അത് വേണ്ട, നമുക്ക് അത് വരെയുള്ളത് മതി. പിന്നെ ഇതിലൊരു മേജർ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ എന്നാണ്. ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷനും വ്യൂവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ 170 ഞാൻ തന്നിരിക്കുന്ന ഓരോ ഡയമെൻഷൻ 50 30 40 ഐസോമെട്രിക് വാല്യൂ എടുത്തിട്ടായിരിക്കും വരയ്ക്കുക. അതായത് 0.816 റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുക. എന്നാൽ ഇതാണെങ്കിൽ കറക്റ്റ് വാല്യൂ 70 ആണെങ്കിൽ 70, 30 ആണെങ്കിൽ 30 അത് തന്നെ ചെയ്താൽ മതി. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 169ഉം 204ഉം ഒന്ന് കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 170ലേക്ക് വരാം. ഇവിടെ ഒരു ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡ് ഉണ്ട്. അതിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. താഴെ 50, മുകളിൽ 30, ഹൈറ്റ് 40 ആയിട്ടുള്ള ഒരു ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡിന്റെ മുകളിൽ 30 ഡയ ഉള്ള ഒരു സ്പിയർ റെസ്റ്റ് ചെയ്യാണ്. വളരെ സിമ്പിൾ ആണ്. അത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ താഴെയുള്ള സ്ക്വയർ വരയ്ക്കുക. എത്രയാണ് സ്ക്വയർ വരയ്ക്കുക നമുക്കറിയാം. 50 ഐസോ 50 എടുക്കുക, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് എത്ര മൂന്ന് നിൽക്കുകയാണ് 40. അപ്പൊ നമുക്ക് മുകളിലുള്ള ഒരു സ്ക്വയർ 50 തന്നെ ഞാൻ മുകളിൽ വരയ്ക്കാൻ പോകണം. ആദ്യം എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടുന്ന് 40 മുകളിലോട്ട് പൊക്കുക. എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും ഡിയിൽ നിന്നും പൊക്കുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? 40യുടെ വേറൊരു സ്ക്വയർ നമുക്ക് അവിടെ റീക്രിയേറ്റ് ചെയ്യാം. അതിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? 30ന്റെ സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എത്രയാണ്? 3 - 30 എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 2 10. അപ്പൊ ഈ 10 4 സൈഡിൽ നിന്ന് മാറ്റുക. അപ്പൊ ഇവിടുന്ന് 10 മാറ്റണം, ഇവിടുന്ന് 10 മാറ്റണം, ഇവിടുന്ന് 10 മാറ്റണം, ഇവിടുന്ന് 10 മാറ്റണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 30ന്റെ ഒരു സ്ക്വയർ ഇവിടെ മുകളില് കിട്ടും. ഞാൻ ബ്ലാക്ക് ഇട്ട് വരയ്ക്കും. ഇതാണ് നമ്മുടെ ടോപ്പ് സർഫസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർണേഴ്സ് എല്ലാം ജോയിൻ ചെയ്യുക. ഈ അകത്തുള്ള ഈ കോർണർ എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. ഓക്കെ, ഇത് സ്ക്വയർ ആണ്. കൃത്യമായിട്ട് ഇതിൽ തന്നെ വരും കേട്ടോ. ഇതിൽ തന്നെ ടച്ച് ആവും. നമുക്ക് എന്ത് കിട്ടി? ഫ്രസ്റ്റമോ സ്ക്വയർ പിരമിഡ് കിട്ടി. ഇനി ഇതിന്റെ മുകളിൽ സ്പിയർ ഇരിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യണം? ഇതിന്റെ സെന്റർ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ റെസ്റ്റിംഗ് പോയിന്റ്. അവിടെ നിന്ന് ഐസോ 30 ആണ് പൊക്കേണ്ടത്. 30 അല്ല, ഐസോ റേഡിയസ് പൊക്കുക. ഐസോ റേഡിയസ് എത്രയാണ്? 15 എടുത്ത് മുകളിലോട്ട് പൊക്കുക. പൊക്കിയിട്ട് എന്ത് ചെയ്യണം? 15 റേഡിയസില് ഒരു സർക്കിള് നമുക്ക് വരയ്ക്കണം. വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ 30യുടെ ഒരു സ്പിയർ കിട്ടും. ഇനി ഇവിടെ ഹിഡൻ ആയിട്ടുള്ളതെല്ലാം അത് മാച്ച് കളയും. ഓക്കെ, നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 182 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ ലെക്ചർ 6 ഒന്ന് റെഫർ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 182. സോ ഇവിടെ ഒരു സ്ക്വയർ പ്രിസം ഉണ്ട്. സ്ക്വയർ പ്രിസം ഈസ് റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് പ്ലെയിൻ. The vertical faces equally inclined to PP. അതായത് ഇത് 45 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത്. ഉണ്ടോ? 45 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത്. This is your picture plane. Then the nearest corner is 30 mm behind picture plane. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇത് 45 ഡിഗ്രി വരുന്ന വിധത്തില് 30 mm ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. അവിടെ നിന്ന് 30 mm മാറ്റിയിട്ട് പിക്ചർ പ്ലെയിൻ വരയ്ക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രൊസീജിയർ.
ഇനി എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് സ്റ്റേഷൻ പോയിന്റ് ഈസ് 100 mm ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ ആൻഡ് 50 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പോ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ അതുകൊണ്ട് അതിനേക്കാളും താഴെയാണ് ഗ്രൗണ്ട് പ്ലെയിൻ നിൽക്കുന്നത്. 50 എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് 60 ഉണ്ട്, പിന്നെ ഇവിടെ 100 ഉണ്ട്. 100 പ്ലസ് 60 160. 160യേക്കാളും കൂടുതലുള്ള ഒരു ലെങ്ത് എടുത്തിട്ട് താഴെ പി പിയിൽ നിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരെ മാർക്ക് ചെയ്യാം? ഗ്രൗണ്ട് പ്ലെയിൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇത് 60 ആണ്. പിന്നെ ഇവിടെ നിന്നും 100 mm മാറിയിട്ടാണ് സ്റ്റേഷൻ പോയിന്റ് വരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചതാണ് 100 പ്ലസ് 60 160. 160യേക്കാളും കൂടുതലുള്ള ഒരു 170 എടുത്തിട്ട് താഴെ നമുക്ക് ഗ്രൗണ്ട് പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഈ സ്ക്വയർ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പേര് കൊടുക്കാം. ഞാൻ ഇതിന്റെ ടോപ്പ് ഫേസിന് ഞാൻ എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ ദിസ് വിൽ ബി എ ബി സി, ബിന്റെ ബാക്കിൽ ഡി. ബോട്ടം സർഫസിന് 1 2 3 4 എന്ന് പേര് കൊടുക്കാം. ദിസ് വിൽ ബി 1 2 3 4. അപ്പൊ ഇതിന് പേര് കൊടുത്തു. ഇനി അടുത്തെന്താണ് പറയുന്നത്? നിയറസ്റ്റ് കോർണർ ഓഫ് ദ പ്രിസം ഈസ് 30 mm റൈറ്റ് ഓഫ് സെൻട്രൽ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ ഇവിടെ ആണെങ്കിൽ അതിന് 30 mm റൈറ്റിലേക്കാണ് എന്ത് പറഞ്ഞത്? കോർണർ പറഞ്ഞത്. നേരെ മറിച്ച് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് 30 mm എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെ കിട്ടും? സെൻട്രൽ പ്ലെയിൻ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ സെൻട്രൽ പ്ലെയിൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ നിന്ന് 30 mm മാറിയിട്ട് സെൻട്രൽ പ്ലെയിൻ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇനി എന്താ പറയുന്നത്? സ്റ്റേഷൻ പോയിന്റ് ഈസ് 100 mm ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. അപ്പൊ ഇവിടെ നിന്ന് 100 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെ കിട്ടി? SP കിട്ടി. സോ ദിസ് ഈസ് 100. ഓക്കെ, ഇത് 100 ആണ്. സ്റ്റേഷൻ പോയിന്റ് 50 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പൊ ഇവിടെ നിന്ന് 50 mm മാറിയിട്ടായിരിക്കും ആര് വരണത്? സ്റ്റേഷൻ പോയിന്റ് വരണത്. സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ SP ഡാഷ്. ദിസ് ഈസ് 50 mm. ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പഠിക്കുന്നത്. കാരണം സ്റ്റേഷൻ പോയിന്റ് താഴെ നിൽക്കുകയാണ്. അപ്പൊ സാധാരണ സ്റ്റേഷൻ പോയിന്റ് മുകളിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ടോപ്പ് സർഫസ് കാണാമായിരുന്നു. സ്റ്റേഷൻ പോയിന്റ് അടിയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ടം സർഫസ് കാണാമായിരുന്നു. അപ്പൊ ഇവിടെ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇത് അടിയിലുമല്ല മുകളിലുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് സർഫസും കാണാൻ പറ്റില്ല, ബോട്ടം സർഫസും കാണാൻ പറ്റില്ല. അതിന്റെ മീനിങ് നമുക്ക് ABCD വിസിബിൾ ആയിരിക്കില്ല, 1 2 3 4 വിസിബിൾ ആയിരിക്കത്തില്ല. അത് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള ഏതൊക്കെ ഫേസ് കാണാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്? നമുക്ക് എല്ലാ കോർണേഴ്സിനെയും എന്തിലേക്ക് ജോയിൻ ചെയ്യണം? SP യിലേക്ക് ജോയിൻ ചെയ്യുക. A1 1 1. This point is D1 4 1. This is B1 2 1. This is C1 3 1. അപ്പൊ നമുക്ക് 8 piercing പോയിന്റും കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? SP ഡാഷിലേക്ക് A ജോയിൻ ചെയ്യുക, SP ഡാഷിലേക്ക് Bയും Dയും ജോയിൻ ചെയ്യുക, C ജോയിൻ ചെയ്യുക. അപ്പൊ ഇതിനകത്തായിരിക്കും ABCD കിട്ടേണ്ടത്. അടുത്ത 1 ജോയിൻ ചെയ്യുക, 2 4 ജോയിൻ ചെയ്യുക, 3 ജോയിൻ ചെയ്യുക. അപ്പൊ ഇതിനകത്തായിരിക്കും ആര് വരിക? 1 2 3 4 വരിക. അപ്പൊ 1 2 3 4ഉം ABCDയും ഒരേ ഷേപ്പിലായിരിക്കില്ല വരുന്നത് ഇപ്പോഴേ മനസ്സിലാക്കിയുള്ളത്. കാരണം ഇത്രയും വിരിവുണ്ട്, ഇതിന് വിരിവ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് 1 2 3 4 കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കും, ABCDക്ക് വലിപ്പം കുറവായിരിക്കും. പിന്നെ അതോടൊപ്പം വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് D4 ഏറ്റവും ബാക്കിലാണ്. അപ്പൊ ഏറ്റവും ചെറുതായിരിക്കും. B2 എന്ന് പറയുന്നത് ഏറ്റവും മുമ്പിലാണ്, അതുകൊണ്ട് അത് ഏറ്റവും വലുതായിരിക്കും. A1ഉം C3യും രണ്ട് വെർട്ടിക്കൽ എഡ്ജുകളും ഒരേ ഡിസ്റ്റൻസിലാണ് PP എന്ന് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിന്റെ വലിപ്പം സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത് എങ്ങനെ ചെയ്യേണ്ടത്. നമുക്ക് A1നെ താഴോട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? ഇതാണ് Aയുടെ പോയിന്റ്, ഇത് 1ന്റെ പോയിന്റ്. സോ നമുക്ക് അവിടെ ജോയിൻ ചെയ്യുക, താഴോട്ട് എടുത്തിട്ട്. സോ ദിസ് ഈസ് അവർ ക്യാപിറ്റൽ A1. അടുത്ത് D4 ജോയിൻ ചെയ്യുക. D4ന്റെ ലൈനുകൾ കണ്ടല്ലോ, D4 ജോയിൻ ചെയ്യുക. സോ ദിസ് ഈസ് 4 ആൻഡ് ദിസ് ഈസ് D. അടുത്ത് B2 ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ക്യാപിറ്റൽ B ആൻഡ് ദിസ് ഈസ് 2. അടുത്ത് C3 ജോയിൻ ചെയ്യുക. ആൻഡ് ദിസ് ഈസ് C ആൻഡ് ദിസ് ഈസ് 3. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയേ, ഇവിടെ നോക്കുമ്പോ A1 B2 വിസിബിൾ ആണ്. A1 B2 വിസിബിൾ ആണ്, അത് വിസിബിൾ ആയിട്ട് വരും. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ A1 B2 വിസിബിൾ ആണ് കേട്ടോ. A1 B2 എന്നുള്ള ഫേസ് വിസിബിൾ ആണ്. അപ്പൊ ഞാൻ A1 B2 സോൾഡ് ആയിട്ട് വരയ്ക്കുകയാണ്. A1 B2. അപ്പൊ ആ ഫേസ് നമുക്ക് വിസിബിൾ ആയിട്ട് വരും. A1 B2 എന്ന് പറയുന്ന ഫേസ് വിസിബിൾ ആയിട്ട് വരും. വൺസ് A1 B2 വിസിബിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക. സാധാരണ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വിസിബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തു A1 B2.
ദെൻ ബാക്കി ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ, ഇത്രയാണ് ആക്ച്വലി നമുക്ക് വിസിബിൾ ആയിട്ടുള്ള. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും. അപ്പൊ നോക്കാം, 1 2 3 4 ഞാൻ ഹിഡൻ ആയിട്ട് വരയ്ക്കുക. ദിസ് ഈസ് ഹിഡൻ ലൈൻ. ദെൻ 1 4 ആൾസോ ഹിഡൻ ലൈൻ. ദെൻ എ ബി സി ഡി, എ ബി സി വരെ ഉണ്ട്. അപ്പൊ സി ഡി എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കും. സോ ദിസ് ഈസ് ഹിഡൻ. ഡി എ എന്ന് പറയുന്നതും ഹിഡൻ ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ ഹിഡൻ. ഇനി ആ D4ന്റെ ലൈനും കൂടി നമ്മൾ ഹിഡൻ ആയിട്ട് വരയ്ക്കുക. സോ ദിസ് ഈസ് ദ റിക്വയർഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ക്ലിയർ ആണ്. നമുക്ക് എസ് പി എന്ന് പറയുന്നത് 60യേക്കാളും താഴെ നിൽക്കുകയാണ്, ഇതിന്റെ ഹൈറ്റിനേക്കാളും താഴെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ടോപ്പ് ഫേസും കാണാൻ പറ്റില്ല, ബോട്ടം ഫേസും കാണാൻ പറ്റില്ല. നമുക്ക് ഈ ലാറ്ററൽ സൈഡുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ശരി, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് വരാം. ഇതൊരു ഡെവലപ്മെന്റ് ഓഫ് സോളിഡിലെ പ്രോബ്ലം ആണ്. ഒരു സിലിണ്ടർ ഉണ്ട്, ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് കട്ട് ബൈ എ 40 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ ബൈസെക്ടിങ് ദ ആക്സസ് ആണ്. അതായത് ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 70 ആണെങ്കിൽ 70യുടെ ഹാഫ് 35ലൂടെ ആയിരിക്കും ഈ 40 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 133 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട് വിത്ത് അതർ ഡയമെൻഷൻ. കട്ടിംഗ് പ്ലെയിൻ 30 ആണ്. പിന്നെ അത് ബൈസെക്ട് ചെയ്യല്ല ചെയ്യണത്, ആക്സസിന്റെ ടോപ്പിൽ നിന്ന് 20 mm താഴോട്ടാണ് ആ മീറ്റിംഗ് പോയിന്റ് നിൽക്കുന്നത്. എനിവേ സിമിലർ പ്രോബ്ലം ആണ്, അതൊന്ന് കാണുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 133ലേക്ക് വരാം. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 40 ആൻഡ് ഹൈറ്റ് 60 ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ഫേസ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് സിലിണ്ടറിന്റെ ഡയമീറ്റർ 40 വരച്ചു. ഞാൻ എന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. നോക്കിയേ, നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ലാറ്ററൽ ഫേസിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു റെക്ടാംഗിൾ കിട്ടും. ആ റെക്ടാംഗിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ്. മറ്റേ സൈഡ് എന്ന് പറയുന്നത് 2πr അല്ലെങ്കിൽ π ഇൻറ്റു ഡി. ഞാൻ നോക്കിയപ്പോൾ 125.6 എന്ന് കിട്ടി. ആ വാല്യൂ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു? ഈ 125.6 എനിക്ക് കിട്ടില്ല, ഒന്നുകിൽ 125 അല്ലെങ്കിൽ 126, അതിനിടയ്ക്കൊരു വാല്യൂ ഞാൻ എടുത്ത് അതങ്ങ് വരച്ചു. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് കട്ട് ബൈ എ 30 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ 20 mm ഫ്രം ടോപ്പ്. അപ്പൊ ടോപ്പിൽ നിന്ന് 20 mm മാർക്ക് ചെയ്യുക. ടോപ്പിൽ നിന്ന് 20 mm മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന 30 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ. ഇതാണ് പറയുന്നത്. ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നത്. സോ ദിസ് ഈസ് യുവർ വെർട്ടിക്കൽ ട്രേസ്. അപ്പോ നമുക്ക് ഈ അടിയിലുള്ള പോർഷൻ മാത്രമേ കാണത്തുള്ളൂ, മുകളിലുള്ളതെല്ലാം റിമൂവ് ചെയ്ത് പോയി. അപ്പൊ ഇതെല്ലാം തിക്കാക്കുമ്പോ ഈ ഔട്ടറും മാത്രമേ കാണത്തുള്ളൂ തിക്കായിട്ട്. ദെൻ ഈ സർക്കിളും നമുക്ക് കാണാം. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോയപ്പോഴേക്കും നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ ആംഗിൾ 30 ഡിഗ്രി. ഇത് കട്ട് ചെയ്ത് പോയപ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറിക്കാണും? നമുക്ക് സെക്ഷൻ ആയിട്ട് മാറിക്കാണും. അപ്പൊ നമുക്ക് അതിനെ ഹാച്ച് ചെയ്യാം. തിൻ ലൈൻസ് ഉപയോഗിച്ചാൽ മതി. 45 ഡിഗ്രിയിൽ ലൈൻസ് ഉപയോഗിക്കുക. സോ ദിസ് ഈസ് എ സെക്ഷന്റെ ടോപ്പ് വ്യൂ. നമുക്കിനി ചെയ്യേണ്ടത് ഈ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് വ്യൂവിനെ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ആയിട്ട് 45 ഡിഗ്രിയിൽ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഡിവിഷൻസ് ഫ്രണ്ട് വ്യൂവിലും കാണിക്കുക. എന്നിട്ട് ഇതിന്റെ പേര് കൊടുക്കേണ്ടത് എ ബി സി ഡി ഇ. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോഴെല്ലാം പിന്നെ എഫ് അങ്ങനെയാണ് പോയിട്ടുണ്ട്. അങ്ങനെ വേണ്ട. ഇവിടെ സിമെട്രിക് ആയിട്ടാണ്, ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അഗൈൻ ഡി സി ബി എ. കണ്ട നോക്കിയാൽ എ ബി സി ഡി ഇ ഡി സി ബി എ. അല്ലെങ്കിൽ ഇങ്ങനെ എ ബി സി ഡി ഇ, ഇങ്ങനെയും എ ബി സി ഡി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മുകളിൽ നമുക്ക് മാർക്ക് ചെയ്യാം എ ബി സി ഡി ഇ. ഇവിടെ സെക്ഷനിൽ നമ്മൾ ഡെവലപ്മെന്റിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ എ ബി സി ഡി ഇ അഗൈൻ ഡി സി ബി എ. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്? 1 2 3 4 5 5 സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് എവിടെയാണ്? എയിലാണ്. അപ്പൊ ഇവിടുന്ന് ലൈൻ നേരെ എയിലേക്ക് കൊണ്ടുപോകാം. എ എന്നാണ് 2 സ്ഥലങ്ങളിലുണ്ട്. ഒന്ന് ഈ ലെഫ്റ്റ് എക്സ്ട്രീമും ഒന്ന് റൈറ്റ് എക്സ്ട്രീമും. സോ ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് 1. ഓക്കെ, ദെൻ 2 എവിടെയാണ്? 2 ബിയിലാണ്. ആ ബി 2 സ്ഥലങ്ങളിലുണ്ട്. ഒന്ന് ബി ഉണ്ട് ഇവിടെ,
ഇത് 2 ആണ്. അതിന് അടുത്ത എക്സ്ട്രീമിൽ അപ്പുറത്ത് കൊണ്ടൊരു ബി, സോ ആ ബിയിലും കിട്ടി 2. ദെൻ 3 എവിടെയാണ്? സിയിലാണ്. നേരെ സിയിലേക്ക് കൊണ്ടുപോവുക, അപ്പുറത്തും നമുക്ക് അതുപോലെ കിട്ടും. ദിസ് ഈസ് 3. 4 ഡിയിലാണ്. സോ ദിസ് ഈസ് 4 ആൻഡ് ദിസ് ഈസ് 4. 5 എവിടെയാണ്? ഇയിലാണ്. നമ്മൾ ഇതുവരെയുള്ള സർഫസുകളൊക്കെ പഠിച്ച പെന്റഗണം, ഹെക്സഗൺ ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമായിരുന്നു. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിൽ ഈ 1 2 3 4 ലെക്കൂർ പാസ് ചെയ്ത് പോകുന്ന സ്മൂത്ത് കർവ് വേണം വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. ദെൻ ഇതിന്റെ ഔട്ടർ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. എഡ്ജ് താഴത്തത് ഔട്ടർ വരയ്ക്കാൻ മറന്നു പോകരുത്. സോ നമ്മൾ പ്രിസം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ ഉള്ള ഈ എഡ്ജുകൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ എഡ്ജ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇടയ്ക്കുള്ള ലൈന് വരയ്ക്കരുത്. സാധാരണ പല കുട്ടികളും ഇത് വരയ്ക്കാനും കൂടി ശ്രമിച്ച് അത് വൃത്തികേടായി പോകും. ഇത് ആക്ച്വലി ഇല്ല, ഇങ്ങനത്തെ എഡ്ജുകൾ ഇല്ല. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഇതിനെ 125.6 ചെയ്തിട്ട് ഇവിടെ 8 ഡിവൈഡ് ചെയ്തുകൊണ്ട്, ടോപ്പ് വ്യൂവിന് 8 ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ 8 ഈക്വൽ ഡിവിഷൻ ആയിട്ടാണ് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 125.6 ഡിവൈഡ് ബൈ 8 വാല്യൂ നോക്കുക. അത് വെച്ച് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ശരി.